പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ഇന്റർപോളാണ് ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കിയത്. പ്രതി വിദേശത്തേക്ക് കടന്നതായി സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, ഈ പോലീസിന്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് പ്രതി രാഹുൽ രാജ്യം വിടാനുള്ള സാഹചര്യം ഒരുക്കിയതെന്ന ആരോപണം ഉയർന്നിരുന്നു. പക്ഷേ അതിവേഗത്തിൽ തന്നെ പോലീസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഏത് രാജ്യത്താണ് പ്രതി രാഹുൽ ഉള്ളത് എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചന അന്വേഷണ സംഘത്തിന് ലഭ്യമാണോ? ടോം, ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം പ്രതി ജർമ്മനിയിലേക്ക് കടന്നു കളഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒളിവിൽ നിന്നുകൊണ്ടൊരു വീഡിയോ സന്ദേശം പ്രതി നൽകിയിരുന്നു. ഇതിൽ താൻ ഒരു വിദേശ രാജ്യത്താണ്, ഇന്ത്യയിലില്ല എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. എന്നാൽ ഏത് രാജ്യത്താണ് എന്നതിനെ കുറിച്ച് ഇപ്പോൾ പറയാനാവില്ല എന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പ്രതി രാഹുലിന്റെ സുഹൃത്തായ രാജേഷ് എന്നയാളെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ രാജേഷ് പറയുന്നത് പ്രതി ജർമ്മനിയിലേക്ക് എത്തി എന്ന് തന്നെയാണ്. ഈ മർദ്ദനം നടക്കുന്ന ആ ദിവസം രാജേഷിന്റെ സാന്നിധ്യം ആ വീട്ടിലുണ്ടായിരുന്നു. ഒപ്പം ഈ മർദ്ദനത്തിന് ശേഷം പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും ഈ വാഹനം ഓടിച്ചിരുന്നതും രാജേഷ് ആയിരുന്നു. അതുകൊണ്ട് ഉറ്റ സുഹൃത്തായ രാജേഷ് പറയുന്നത് ഇയാൾ ജർമ്മനിയിലുണ്ട് എന്ന് തന്നെയാണ്. നേരത്തെ ബംഗളൂരുവിൽ നിന്നും സിംഗപ്പൂരിലെത്തിയ ശേഷം അവിടെ നിന്നും ജർമ്മനിയിലേക്ക് ഈ പ്രതി കടന്നു കളഞ്ഞു എന്ന ഒരു സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പോലീസ് ലഭിക്കുന്നതും. എന്തായാലും അല്പം സങ്കീർണമായ നടപടിക്രമങ്ങൾ വേണ്ടി വരും ഇനി പ്രതിയെ നാട്ടിലെത്തിക്കാൻ എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ആദ്യം നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചെങ്കിലും രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ കൂടി ഈ രാഹുൽ പുറത്തേക്ക് കടന്നതായി വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. അതിനു മുമ്പ് പുറത്തേക്ക് കടന്നിരിക്കാം എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഇനി ഇന്റർപോളിന്റെ സഹായത്തോടുകൂടിയാണ് ഇപ്പോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇനിയും ഇന്ത്യൻ എംബസിയുടെയും മറ്റ് നയതന്ത്ര തലത്തിലെയും ഒക്കെ ഇടപെടൽ മാത്രമേ പ്രതിയെ നാട്ടിലെത്തിക്കാൻ കഴിയൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായി ഇനി അമ്മ, സഹോദരി എന്നിവരെയൊക്കെ ഒരുപക്ഷെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ ഈ അമ്മയുടെയും സഹോദരിയുടെയും മൊഴിയെടുക്കാനായി വീട്ടിലെത്തിയെങ്കിലും അവർ വീട്ടിലില്ലാതിരുന്നതിനാൽ മൊഴിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. നേരത്തെ അവരുടെ വീട്ടിലെ CCTVയുടെ DVR പോലീസ് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇതടക്കമുള്ള നടപടിക്രമങ്ങളിലൂടെ ഈ രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ആദ്യ ഘട്ടത്തിൽ പന്തീരങ്കാവ് CI അടക്കമുള്ളവർ, SHO അടക്കമുള്ളവർ ഈ അർഹിക്കുന്ന ഒരു ഗൗരവത്തോടുകൂടി ഈ പരാതിക്കാരിയുടെ പരാതി പരിഗണിച്ചില്ല. അതുകൊണ്ട് തന്നെ വളരെ സൗഹാർദ്ദപരമായ ഒരു നിലപാടാണ് ഈ രാഹുലിനോട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉണ്ടാവുകയും ചെയ്ത് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ഒരു സാധാരണഗതിയിലുള്ള ഒരു മൊഴി രേഖപ്പെടുത്തലിനും ശേഷം അനീഷ് സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഈ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് സ്വീകരിച്ചു എന്ന ആരോപണം, ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെ SHO AS സരിനെതിരെ നടപടിയുമുണ്ടായി, സസ്പെൻഡ് ചെയ്തു. ഈ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് അന്വേഷണത്തിലെ വീഴ്ചയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട CI AS സരിനെതിരെ മറ്റൊരു കേസിലും ഗുരുതര വീഴ്ച വരുത്തിയതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. സരിൻ പരാതി ഗൗരവത്തിലെടുത്തില്ലെന്നും കൊലപാതകത്തിന്റെ തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞതായുമാണ് നിമ്മിയുടെ ബന്ധുക്കളുടെ ആരോപണം. അവരുടെ വാക്കുകളിലേക്ക്. വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയാൻ വേണ്ടി ഓക്ക് ഫോണില്ല, ഫോൺ ഉപയോഗിക്കാൻ ഒരു ജന്മന സംഭവിച്ചിട്ടില്ല. ഫോണിൽ സ്വന്തമായിട്ട് മേടിച്ചു കൊടുക്കില്ല, ഞങ്ങൾ മേടിച്ചെന്തെങ്കിലും ഉപയോഗിക്കാൻ സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ആ ലെവലിലാണ് അവരെ പോക്ക് വരുന്നത്. അവിടുത്തെ എന്ത് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് വിളിച്ച് പറയരുത്, അതിന് വേണ്ടിയിട്ട് ഒരു ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. അങ്ങനെ എടുത്തുമ്പോഴേക്ക് ഒരു പറഞ്ഞ് അച്ഛാ ഇനിയിപ്പോൾ സഭയാട്ടം വിളിച്ചോളൂ. അങ്ങനെ രാത്രി 10:50 എന്നെ വിളിച്ച് എൻ്റെ ഭാര്യൻ്റെ ഫോണിലെ ഒരു കോള് 3 പ്രാവശ്യം ഞാൻ എൻ്റെ ഫോണിൽ തിരിച്ചു വിളിച്ചു. 10:53 ശിവദാസ് ചേട്ടാ മാറ്റുവാൻ ആ സമയത്ത് 8:50 മിംസിൽ ജോലിക്ക് പോയിക്കണം. അവൻ മിംസ് ഹോസ്പിറ്റലിൽ മൊബൈൽ ICUലാണ്. അപ്പോൾ അവൻ ജോലിക്ക് പോയിക്കണം. അപ്പോൾ എടുക്കാൻ പോയിക്ക് എൻ്റെ ശിവദാസ് ചേട്ടാന്ന് ചോദിച്ചാൽ വിളിച്ചാൽ എന്ത് ചെയ്യുന്നത്, ഫോൺ ഞാൻ വരുമ്പോഴേക്കും കട്ടായി പോകുന്നതാണ്. അത് മക്കൾ കളിച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞു. ശരി എന്നാണ്. മക്കൾ പൊതുവെ ഫോണെടുത്ത് കളിക്കാൻ കാണലുണ്ട് എങ്കിലും കൂടിയിട്ടും അത് ഞങ്ങളെ വിശ്വാസം മോള് മരിച്ചപ്പം മോള് വിളിച്ചാണ് അവർ മേടിച്ച് കട്ട് ചെയ്താൽ. മോൾക്ക് സ്വന്തമായിട്ട് ഫോണും ഇല്ലല്ലോ. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഒരു 11 മണിയായപ്പോൾ ഞാനിവിടെ ഉണ്ട്. ഒരു 11-11:30 മണീൻ്റെ അടുത്ത് ആ മോൻ വിളിക്കുന്നു. മോനെ 10:50 മോൻ്റെ ഭാര്യൻ്റെ ഫോണിലേക്കുണ്ട്. ഈ മരുവാൻ്റെ പെങ്ങളെ ഭർത്താവ് വിളിക്കുന്നു. നിഖിലേ നീ എത്രയും പെട്ടെന്ന് മിംസിലേക്ക് ഒന്ന് എത്തണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കാര്യം പറയുന്നില്ല. ഇവൻ ചെന്ന് നോക്കുമ്പോൾ പെങ്ങൾ മരിച്ച നിലയിലാണ് കാണുന്നത്.
ഇവന് ആരെയാ വിളിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ലെവലില്ലാണ്ട് മിങ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് മിറ്റം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക പറയാം ടെൻഷനായിട്ട്. പിന്നെ 20 മിനിറ്റ് ആയിക്കണ് മോനെ വിളിക്കുന്ന സമയത്ത് വിളിച്ച് അച്ഛൻ എവിടെയാണുള്ളത്? ഞാൻ വീട്ടിലുണ്ട് മോനെ അച്ഛൻ എത്രയും പെട്ടെന്ന് ഒന്ന് മിംസിലേക്ക് വരണം പറഞ്ഞു. എൻ്റെ മോനെ അച്ഛൻ കൂടി വാന്നാണ്. ഞാൻ വന്ന് നോക്കുമ്പം മരുവൻ ഒരു ബെഡ് മിംസിലെ കാഷ്വാലിറ്റി കാണുന്ന ഒരു ബെഡിൽ നിന്ന് നിലവിളിക്കുന്നു. അപ്പോൾ വലിയച്ഛൻ്റെ മക്കളെല്ലാവരും, വലിയച്ഛൻ്റെ പാപ്പൻ്റെ മക്കളെല്ലാവരും ചുറ്റുവട്ടം കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ച് ഇവരുടെ ഇടയിൽ നിമ്മീനെ കാണണ്ടേ? ഞാൻ ചോദിച്ചു മോളെ എവിടെയെന്ന് ചോദിച്ചു. മോൾ അപ്പുറത്ത് ആത്തൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് എന്തൊരു വിഷമമായി. ഇവനിവിടെ കാണുമ്പോൾ മോളെന്താ അപ്പുറത്താത്ത. ഞാൻ പോയി നോക്കുമ്പോൾ വെള്ളയിൽ പുതപ്പിച്ച് കെട്ടിച്ചിരിക്കുക. ഈ മരിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ഇന്നൊരു ഫോൺ കോൾ ചെയ്യണ്ടേ? ഞാൻ മാന്യമായിട്ട് കൊടുത്ത മോളല്ലേ, അവൾ ഓടിപ്പോയതൊന്നുമല്ലല്ലോ. പോലീസ് ഒരു തൂങ്ങി മരിച്ചാന്ന് ഒരു പറഞ്ഞുണ്ടാക്കുന്നത്. പോലീസ് കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. MS അനീഷ് കുമാറിലേക്ക് വീണ്ടും. അനീഷ്, ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട SHO AS അരിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ നിമ്മി മരിച്ച ഭർത്തൃ വീട്ടിൽ മരിച്ച നിമ്മിയുടെ കുടുംബം ആരോപിക്കുന്നത്. അതായത് അതൊരു ആത്മഹത്യയല്ല, തങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്യില്ല, കൊലപാതകമാണെന്ന പരാതി പോലീസിന് മുൻപാകെ അവർ ബോധിപ്പിക്കുന്നു. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നും വളരെ മോശമായ രീതിയിലുള്ള ഒരു സമീപനമാണ് കുടുംബത്തിനോട് ഉണ്ടായത്. ഈ കേസിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഈ നിമ്മിയുടെ മരണം സംഭവിച്ചതെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് പോലീസ് കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്നാണോ നിമ്മിയുടെ കുടുംബം ആരോപിക്കുന്നത്? അനീഷ്, ടോമ് മാറാടി സ്വദേശിയായ നിമ്മി ഭർത്തൃ വീട്ടിൽ മരിച്ചത് മാർച്ച് 11-നാണ്. ഈ മരണം സംബന്ധിച്ച് നിമ്മിയുടെ പിതാവ് ബാബുരാജൻ ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. പന്തീരാങ്കാവ് SHO ആയിരുന്നു AS അരിൻ. ഇതേ കേസിലെ ആരോപണ വിധേയനായ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു അന്ന് ആ പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥനും SHOയും. എന്നാൽ ഈ പരാതി പറഞ്ഞിട്ടും പരാതി ഒരു തരത്തിലുമുള്ള ഗൗരവത്തിലെടുക്കാൻ ഈ AS അരിൻ തയ്യാറായില്ല എന്നും കൊലപാതകത്തിന് തെളിവ് കൊണ്ടുവരാൻ ഈ മരിച്ച നിമ്മിയുടെ അച്ഛനോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അച്ഛൻ ബാബു രാജൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മാർച്ച് 11-ന് ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഈ നിമ്മിയെ കണ്ടെത്തിയത്. 6ാം വിവാഹ വാർഷികത്തിന് ഒരാഴ്ച മാത്രം മുമ്പാണ് ഇത്തരമൊരു സംഭവം നടക്കുകയും ചെയ്ത് നിരന്തരമായി ഭർത്താവ് മൃദുൽ ഈ നിമ്മിയെ മർദ്ദിച്ചിരുന്നു. ഒപ്പം കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിയൊക്കെയാണ് പരാതി നൽകിയത്. എന്നാൽ ഈ പരാതി അർഹിക്കുന്ന ഒരു ഗൗരവമില്ലാതെയാണ് പരിഗണിച്ചതെന്നും ഒപ്പം തെളിവ് നൽകാൻ ഈ നിമ്മിയുടെ അച്ഛനോട്, മരിച്ച യുവതിയുടെ അച്ഛനോട് ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പന്തീരാങ്കാവ് SI തെളിവാണ് ചോദിച്ചിരുന്നത്. എന്നാൽ ഈ തെളിവ് ഹാജരാക്കാൻ എങ്ങനെയാണ് ഒരു സാധാരണ കുടുംബത്തിന് കഴിയുക എന്നത് വലിയ ചോദ്യമാണ്. ഈ കുട്ടികളടക്കമുള്ളവരുള്ള ഈ നിമ്മി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. തലേ ദിവസവും കുടുംബവുമായി ഫോണിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെന്നും പറയുന്നു. ഒപ്പം ഈ നിമ്മിയെ ഭർത്താവ് മർദ്ദിച്ച വിവരം മറച്ചുവെക്കാൻ ഭർത്താവിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ മൃതദേഹത്തിന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള ഒരു താല്പര്യം പോലും ഭർത്താവിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും കാട്ടിയില്ല. തുടർന്ന് ഈ കുടുംബത്തിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അവരുടെ നിർബന്ധപ്രകാരമാണ് അത്തരമൊരു നടപടി ചെയ്തത്. തൂങ്ങി മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുകയും ചെയ്തത്. പിന്നീട് സിറ്റി പോലീസ് കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഇത് കള്ളപ്പരാതിയാണ് എന്ന രീതിയിലാണ് ഈ ഭർത്താവിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം ഉണ്ടായതെന്നും ഇവർ പറയുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം ഈ പന്തീരാങ്കാവ് കേസിലും അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ഗൗരവം ഈ കേസിന് നൽകിയില്ല എന്ന ആരോപണമാണ്. ഒപ്പം പരാതിക്കാരിക്ക് ഗൗരവം നൽകുന്ന രീതിയിലുള്ള ഒരു നീതി ലഭിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ സരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെന്ന ആരോപണമാണ് വന്നത്. അത് ഏതാണ്ട് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ തന്നെ തെളിയുകയും ആ സരിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. വകുപ്പ് തലത്തിലുള്ള അന്വേഷണത്തിനും ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. എന്തായാലും അതിന് യോജിക്കുന്ന രീതിയിൽ തന്നെ ഇയാളുടെ മുന്നിൽ വരുന്ന ഈ യുവതികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പീഡനത്തിനിരയായ യുവതികളുമായി ബന്ധപ്പെടുന്ന കേസുകൾ അർഹിക്കുന്ന ഗൗരവത്തോടെ പരിഗണിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമുക്കറിയാം
ഭർത്താവിന്റെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ ഒരു യുവതി മരിച്ചാൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സ്ത്രീധന പീഡന അടക്കമുള്ള ആരോപണങ്ങൾ എത്തിയാൽ, കുടുംബം പരാതി നൽകിയാൽ സാധാരണഗതിയിൽ അത് അന്വേഷിക്കുന്ന പതിവുണ്ട്. തൂങ്ങി മരണമാണ് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ പോലും അതിന്റെ പ്രേരണ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു തെളിവുകൾ എന്നിവയൊക്കെ പരിശോധിക്കും. നമുക്കറിയാം, ഈ വിസ്മയ അടക്കമുള്ള പല കേസുകളും ഇത്തരത്തിൽ ഈ ഭർത്താവിന്റെ ഇടപെടലുകൾ അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബത്തിന്റെ ഇടപെടലുകൾ എന്നിവ പകൽ പോലെ വ്യക്തമായതാണ്. ഒരു പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ ഇത്തരം എന്തെങ്കിലും ദുരൂഹതകൾ ഈ മരണത്തിൽ. തീർച്ചയായും അനീഷ് സൂചിപ്പിച്ചതുപോലെ ഇത്തരം ഗാർഹിക പീഡന കേസ്, സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ ആത്മഹത്യയോ മറ്റ് ദുരൂഹ മരണമോ ഉണ്ടായാൽ പോലീസ് അത് ഗൗരവത്തിൽ പലപ്പോഴും അന്വേഷിക്കാറില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കോഴിക്കോട് പന്തിരാങ്കാവിലെ സരിൻ എന്ന SHOയെ പോലെ ഇതുപോലെ ആലുവയിൽ, എറണാകുളം